നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. മന്ത്രി വി ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റി. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ CT സ്കാനിംഗ് ഉടൻ പുനരാരംഭിക്കും. നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടുമാണ് ഇക്കാര്യം അറിയിച്ചത്. യന്ത്രഭാഗങ്ങൾ എത്താനുള്ള കാലതാമസമാണ് തകരാർ പരിഹരിക്കുന്നത് വൈകാൻ കാരണമായതെന്നും ചെയർപേഴ്സൺ. പ്രായത്തിന്റെ അവശത മറന്നും കാണികൾക്ക് മുന്നിൽ പരിപാടികളുമായി വയോധികർ. ശാസ്താംകോട്ടയിൽ വയോജന കലോത്സവം. ബ്ലോക്ക് പഞ്ചായത്താണ് കലോത്സവം സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. മന്ത്രി വി ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യവസായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേയില്ല. ശ്രീ പി രാജീവ്, അദ്ദേഹത്തെ ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി. അല്ല, അദ്ദേഹം പോയി റെസ്റ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആൻസർ. അതെ, കൂടി നിൽക്കണ്ട, എല്ലാവരും കൂടി നിൽക്കണ്ട. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെ മന്ത്രി വി ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമുണ്ടാവുകയായിരുന്നുവെന്നാണ് വിവരം. നിയമസഭയിൽ ചോദ്യോത്തരവേളയിലാണ് മന്ത്രിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തൊഴിലാളി പക്ഷ നിലപാട് മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ വ്യവസായത്തിനും വേണ്ട രൂപത്തിലുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. വ്യവസായ രംഗത്തും നമ്മൾ നല്ല നിലയിലുള്ള വളർച്ച ഉണ്ടായിട്ടുണ്ട്. വ്യവസായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേയില്ല. ശ്രീ പി രാജീവ്, അദ്ദേഹത്തെ ഒന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി. അല്ല, അദ്ദേഹം പോയി റെസ്റ്റ് ചെയ്തോട്ടെ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആൻസർ. അതെ, കൂടി നിൽക്കണ്ട, എല്ലാവരും കൂടി നിൽക്കണ്ട. അദ്ദേഹത്തെ ശ്രീ വി ജോയ് അദ്ദേഹത്തെ ഒന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. വേറെ ആരെങ്കിലും ആൻസർ ചെയ്തോളും. ഉടനെ പരിശോധനയ്ക്കായി മന്ത്രിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. തുടർന്ന് ശിവൻകുട്ടിക്ക് പകരം മന്ത്രി MB രാജേഷാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. ന്യൂസ് ഡെസ്ക് സൗത്ത് വിഷൻ. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം കൊല്ലം ജില്ലാ സമ്മേളനം നടത്തി. കൊല്ലത്ത് നടന്ന സമ്മേളനം KSFE ചെയർമാൻ K വരദരാജൻ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം കൊല്ലം ജില്ലാ സമ്മേളനം കൊല്ലം CITU ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി R ശശികുമാർ റിപ്പോർട്ടും ട്രഷറർ M ബാലഗോപാൽ കണക്കും അവതരിപ്പിച്ചു. KSFE ചെയർമാൻ K വരദരാജൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആളുകളെ സ്ഥാപനത്തിൽ കൊണ്ടു നിറയ്ക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഞാൻ തന്നെ നോക്കുമ്പോൾ, ഞാൻ KSFE ചെല്ലുമ്പോൾ ഏതാണ്ട് 10,000-ഓളം ആളുകൾ അവിടെ കോൺട്രാക്ട് വർക്കായി ഒരു രേഖയില്ലാതെ ജോലി ചെയ്യുന്നത്. രേഖയൊന്നുമില്ല. അവരിങ്ങനെ വരുന്നു, ജോലി ചെയ്യുന്നു, വൗച്ചർ കൊടുക്കുന്നു, വൗച്ചർ മുഖാന്തരം വിവരം കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇതിൽ ഒരു തരത്തിലുള്ള നിയമവ്യവസ്ഥകളൊന്നുമില്ല. അതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ 4,800 ആളുകളെയാണ് KSFE PSC മുഖാന്തരം നിയമിച്ചത്. അവർ ഒഴിവാക്കിയിട്ട് പകരം PSC ഹാൻഡിനെ നിയമിച്ചു. ആകെ 9,300 ജീവനക്കാരുള്ളതിൽ പകുതി ആളുകൾ ഞാൻ ചെയർമാനായി വന്നതിന് ശേഷമുള്ള കാലയളവിൽ നിയമിച്ചതാണ്. ഒറ്റ വേക്കൻസി ഇല്ലാതെ നിയമനം നടന്നു. അപ്പോൾ തന്നെ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. 9 ബോർഡുകളിലേക്ക് കോർപ്പറേഷനുകളിലേക്കുള്ള ഒന്നിച്ചുള്ള റാങ്ക് ലിസ്റ്റാണ്. ആർക്കും മറ്റൊരു ബോർഡിൽ കോർപ്പറേഷനിൽ ജോലി വേണ്ട. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ കിട്ടുന്ന സേവന വേതന വ്യവസ്ഥകളുടെ 4-5 ഇരട്ടി KSFE ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് ആളുകൾ KSFE ഇങ്ങനെ നടന്നത്. ഇപ്പോൾ ബാക്കിയുള്ളിടത്തെല്ലാം ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാണ്, കേരളത്തിൽ മാത്രമാണ് അങ്ങനെ കോൺട്രാക്ട് നിയമനങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്തത്. പക്ഷേ സംസ്ഥാനത്തും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ആ പ്രവണത ശക്തിപ്പെട്ടു വരികയാണ്. ജില്ലാ പ്രസിഡന്റ് D ജോൺ അധ്യക്ഷത വഹിച്ചു. നമുക്കറിയാം, പെൻഷൻ സംവിധാനം ബാങ്കുകളിൽ വന്നതിന് ശേഷം ഈ പെൻഷൻ സംവിധാനം കാലാകാലങ്ങളിൽ പരിഷ്കരിക്കേണ്ടതാണ് എന്ന രീതിയിലൊരു ആവശ്യം ഏതെങ്കിലും സംഘടന ഏകീകരണത്തിന് മുമ്പ് ഉന്നയിച്ചതായിട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈ സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സങ്കുചിതമായ എന്ന് നമ്മൾ പറയുകയില്ല, എന്തുമായിക്കോട്ടെ, അവർക്ക് അവരുടേതായ അജണ്ടകൾ ഉണ്ടായിരുന്നു. ആ അജണ്ടയിൽപ്പെട്ട ഒരു വിഷയമായിരുന്നില്ല ഈ പെൻഷൻ പരിഷ്കരണത്തിൽ പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ പെൻഷൻ പരിഷ്കരണം അടക്കമുള്ള മെഡിക്കൽ
സംവിധാനത്തിലെ മെഡിക്കൽ ഇൻഷുറൻസ് സംവിധാനത്തിലെ അപാകതകൾ അടക്കമുള്ള കമ്മ്യൂട്ടേഷൻ പദ്ധതിയിലെ അപാകതകൾ അടക്കമുള്ള ആശ്രിത നിയമനത്തിൽ വരുന്ന സാങ്കേതികമായ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പഠിക്കുകയും അത് സംബന്ധിച്ച് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ആ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ആൾ കേരള ഹെൽത്ത് സർവീസ് ഫോറം ഈ മേഖലയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. AKBRF സംസ്ഥാന പ്രസിഡന്റ് എൻ സുമേഷ് മുഖ്യപ്രഭാഷണം നടത്തി. CP രാധാകൃഷ്ണൻ, KB ശിവാനന്ദൻ, K പ്രവീൽകുമാർ എന്നിവർ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ CT സ്കാനിംഗ് ഉടൻ പുനരാരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടും അറിയിച്ചു. തകരാറിലായ യന്ത്രഭാഗങ്ങൾ സിംഗപ്പൂരിൽ നിന്നുമാണ് എത്തേണ്ടത്. ഇതിനുള്ള കാലതാമസമാണ് തകരാർ പരിഹരിക്കുന്നത് വൈകാൻ കാരണമായത്. പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത യന്ത്രമായതുകൊണ്ടാണ് യന്ത്രഭാഗങ്ങൾ ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതെന്നും ഇവർ വ്യക്തമാക്കി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ തകരാറിലായ CT സ്കാൻ യന്ത്രം ഉടൻ പ്രവർത്തിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K പുഷ്പലതയും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KR സുനിൽകുമാറും അറിയിച്ചു. സ്വകാര്യ ലാബുകളെ അപേക്ഷിച്ച് തുച്ഛമായ തുകയാണ് ആശുപത്രിയിൽ സ്കാനിങ്ങിന് ഈടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പുനലൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾ സ്കാനിങ്ങിനായി താലൂക്ക് ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. യന്ത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്യൂബിനും ബോർഡിനുമാണ് തകരാറുണ്ടായത്. ഈ യന്ത്രഭാഗങ്ങൾക്ക് മാത്രമായി 1 കോടി രൂപ ചെലവ് വരും. വാർഷിക മെയിന്റനൻസ് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളതിനാൽ സൗജന്യമായി ഇത് മാറ്റി ലഭിക്കും. പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത യന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ യന്ത്രഭാഗങ്ങളൊന്നും തന്നെ ഇന്ത്യയിൽ ലഭ്യമല്ല. ട്യൂബ് ലഭിക്കേണ്ടത് സിംഗപ്പൂരിൽ നിന്നാണ്. യന്ത്രം തകരാറിലായുടൻ വാർഷിക മെയിന്റനൻസ് കരാർ നൽകിയിട്ടുള്ള കമ്പനിയെ അറിയിച്ചിരുന്നു. ഈ ആഴ്ചയുടെ അവസാനം യന്ത്രഭാഗങ്ങൾ സിംഗപ്പൂരിൽ നിന്നും എത്തും. വരുന്ന ആഴ്ചയിൽ ട്യൂബും ബോർഡും മാറ്റിവെച്ച് സ്കാനിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കാൻ കഴിയും. സ്വാഭാവികമായി യന്ത്രങ്ങൾക്കുണ്ടാകുന്ന തകരാർ മാത്രമാണ് ഇവിടെയും ഉണ്ടായത്. യന്ത്രഭാഗങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതിനാൽ ഉണ്ടായ താമസം മാത്രമാണ് തകരാർ പരിഹരിക്കാൻ വൈകുന്നതിന് കാരണമായത്. വസ്തുതകൾ ഇതാണെന്നും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ആശുപത്രി അധികൃതരെയും നഗരസഭാധികാരികളെയും കുറ്റപ്പെടുത്തുന്നവരെ തിരിച്ചറിയണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രായത്തിന്റെ അവശത മറന്നും അവർ കാണികൾക്ക് മുന്നിൽ പരിപാടികളുമായി നിറഞ്ഞു നിന്നു. 60 കഴിഞ്ഞവർക്ക് പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായി സംഘടിപ്പിച്ച വയോജന കലോത്സവത്തിലാണ് വയോധികർ പ്രായം മറന്ന് കലാപരിപാടികൾ അവതരിപ്പിച്ചത്. ശാസ്താംകോട്ടയിലായിരുന്നു കൊട്ടും പാട്ടും എന്ന പേരിൽ കലോത്സവം സംഘടിപ്പിച്ചത്. 60കളെ യൗവനമാക്കി അവർ ആഘോഷിക്കുകയായിരുന്നു. പാട്ടുപാടിയും നാടൻപാട്ട് അവതരിപ്പിച്ചും നൃത്തം ചെയ്തും അവർ തങ്ങളുടെ പ്രായത്തിന്റെ അവശതകളെ മറികടന്നു. ശാസ്താംകോട്ടയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച വയോധികർക്കായുള്ള കലോത്സവം കൊട്ടും പാട്ടുമാണ് വ്യത്യസ്തമായ പരിപാടികളിൽ കാണികൾക്ക് അത്ഭുതകരമായി മാറിയത്. പ്രായത്തിന്റെ അവശതകൾ മറന്ന് 60 വയസ്സ് കഴിഞ്ഞവർ വേദിയിലെത്തിയപ്പോൾ അവർ യൗവനയുക്തരായി മാറുന്നതാണ് കണ്ടത്. ശാസ്താംകോട്ട ബ്ലോക്ക് പരിധിയിലെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പ്രായത്തിന്റെ അവശതകൾ മറന്ന് ആഘോഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് കൊട്ടും പാട്ടും പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ K സോമപ്രസാദ് വയോജന കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇനി വരുന്നവർക്ക് വേണ്ടി മുൻഗാമികളാവാനാണ് ഞങ്ങളുടെ നിയോഗം. അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അതിന്റെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിലിരിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള നമ്പൂതിരി സാറിനെ പോലെ തന്നെ വളരെ ഈ രംഗത്ത് പരിമിതപ്രജരായിട്ടുള്ള ദശാബ്ദങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് ഈ കമ്മീഷന്റെ മറ്റ് പല അംഗങ്ങളും എന്നുള്ളതുകൊണ്ടും നല്ല മിഷൻ ഈ കമ്മീഷൻ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കമ്മീഷന് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് P പുഷ്പകുമാരി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C ഉണ്ണികൃഷ്ണൻ, ബിനു മംഗലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ S ഷീജ, V രതീഷ്, സനൽകുമാർ, പോരുവഴി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് വരവിള തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് ഇവിടെ നടന്നത് രാവിലെ തൊട്ട് സ്പോർട്സിന്റെ ഇനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതേക്കാളേറെ മനുഷ്യ മനസ്സുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന സംഗീതത്തിന്റെയും നൃത്തച്ചുവടുകളുടെയും താരാട്ടുപാട്ടിന്റെയും ശീലുകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്ര സംഭവിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ KSRTC ഡിപ്പോയോട് അവഗണനയെന്ന ആക്ഷേപം. പുതിയ ബസ്സുകൾ നൽകുന്നത് വൈകുന്നു. പ്രഖ്യാപനങ്ങൾ കടലാസിൽ ഒതുങ്ങുകയാണ്. ദീർഘദൂര ബസ്സുകൾ ആരംഭിക്കാമെന്ന പ്രഖ്യാപനവും വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നു.
KSRTCക്ക് പുതിയ ബസ്സുകൾ ലഭിച്ചിട്ടും പുനലൂർ ഡിപ്പോയോട് കടുത്ത അവഗണന കാട്ടുകയാണെന്നാണ് പരാതി. മറ്റ് ഡിപ്പോകൾക്ക് പുതുതായി ഓർഡിനറി, ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ്, ലിങ്ക് ബസ്സുകൾ അനുവദിച്ചപ്പോൾ പുനലൂരിന് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ബസ് മാത്രമാണ് ലഭിച്ചത്. PS സുബാൽ MLA ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ്, മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് തുടങ്ങിയ വാഗ്ദാനങ്ങൾ ഇതുവരെയും നടപ്പായിട്ടില്ല. സമീപ ഡിപ്പോകളിൽ നിന്ന് പുതിയ സർവീസുകൾ ആരംഭിക്കുമ്പോഴും പുനലൂരിലെ പ്രഖ്യാപനങ്ങൾ കടലാസിലൊതുങ്ങുകയാണ്. പുതിയ ദീർഘദൂര സർവീസായ പത്തനാപുരം, കന്യാകുമാരി, തിരുവനന്തപുരം, തൊടുപുഴ സർവീസുകളും പുനലൂർ വഴിയല്ല സർവീസ് നടത്തുന്നത്. കിഴക്കൻ മേഖലയിലെ പ്രധാന ഡിപ്പോയായിട്ടും പുനലൂരിനെ അവഗണിക്കുന്നതിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വവും ഇടപെടുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. 4 വർഷം മുമ്പ് MLA പ്രഖ്യാപിച്ച കോയമ്പത്തൂർ സർവീസ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. കായംകുളം, പത്തനാപുരം, ചങ്ങനാശ്ശേരി എന്നിവിടങ്ങളിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പുതിയ സർവീസുകൾ ആരംഭിച്ചപ്പോഴും പുനലൂരിനെ അവഗണിക്കുകയാണ്. 2 വർഷം മുമ്പ് കളക്ഷൻ കുറഞ്ഞതിനാൽ നിർത്തിവച്ച പുനലൂർ മൂന്നാർ സർവീസ് ഫാസ്റ്റ് പാസഞ്ചറായി പുനരാരംഭിക്കുമെന്ന് MLA ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 1.5 വർഷം മുമ്പ് ഡ്രൈവർ കം കണ്ടക്ടർമാരുടെ കുറവ് മൂലം നിർത്തിവച്ച പുനലൂർ വഴിക്കടവ് സർവീസും പുനരാരംഭിച്ചില്ല. 4 വർഷം മുമ്പ് ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു പ്രഖ്യാപിച്ച KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോഴും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. പ്രധാനപ്പെട്ട ഇന്റർസ്റ്റേറ്റ് ഡിപ്പോ ആയിട്ടും സ്വന്തമായി കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്ത ഡിപ്പോയാണിത്. മുനിസിപ്പൽ കംഫർട്ട് സ്റ്റേഷൻ രാത്രി 9 മണി വരെ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇത് രാത്രി യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് ഡിപ്പോയുടെ ഗ്യാരേജ്. മേൽക്കൂര തകർന്നതിനാൽ ജീവനക്കാർ ടാർപാളിൻ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടുന്നത്. ഡിപ്പോയിലെ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ കാരണം അടുത്തിടെയുണ്ടായ 2 അപകടങ്ങളിൽ ഒരാൾ മരിച്ച സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി ഡിപ്പോ സന്ദർശിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും സന്ദർശിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സുഹൃത്തുക്കളെ അപമാനിച്ചെന്നാരോപിച്ച് ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ഭർത്താവ് അറസ്റ്റിൽ. പുനലൂർ കാഞ്ഞിരമല സ്വദേശി അജിയാണ് അറസ്റ്റിലായത്. ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഭാര്യ സീനയെ ഇയാൾ ക്രൂരമായി ആക്രമിച്ചത്. സുഹൃത്തുക്കളെ അപമാനിച്ചെന്നാരോപിച്ച ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു പരിക്കേൽപ്പിച്ച പുനലൂർ കാഞ്ഞിരമല ഇട്ടിവള വീട്ടിൽ അജിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉറങ്ങിക്കിടന്ന സീനയെ അജി ക്രൂരമായി മർദ്ദിക്കുകയും കൊടുവാൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ആക്രമണത്തിൽ മുഖത്തും തലയ്ക്കും കൈകാലുകൾക്കും ഗുരുതരമായി പരിക്കേറ്റ സീന ആശുപത്രിയിൽ ചികിത്സയിലാണ്. പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്ത ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി പുനലൂരിൽ സ്ഥാപിച്ച ചെടിച്ചട്ടികൾ മോഷണം പോകുന്നു. 4.8 ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. സംഭവത്തിൽ ശക്തമായ നടപടി ബന്ധപ്പെട്ടവർ സ്വീകരിക്കാത്തതാണ് ചെടിച്ചട്ടികൾ മോഷണം പോകുന്നതിന് കാരണം. പുനലൂർ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് റോഡിലെ നടപ്പാതയുടെ കൈവരികളിൽ ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. 4.8 ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് പുനലൂരിലെ പാതയോരത്ത് പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ ചെടിച്ചട്ടികൾ മോഷണം പോകുന്നതും നശിപ്പിക്കപ്പെടുന്നതും പതിവാണ്. വലിയ പാലം, പുനലൂർ KSRTC ജംഗ്ഷൻ, വെട്ടിപ്പുഴ പാലം, ചെമ്മന്തൂർ തുടങ്ങിയ പ്രധാന പാതകളിലെ പാതയോരങ്ങളിലെ കൈവരികളിലാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. ചട്ടികൾ സ്ഥാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചെടികൾ അപ്രത്യക്ഷമായി. പിന്നാലെ ചട്ടികളും കാണാതായി. നഗരസഭാ അധികൃതർ ആദ്യം പോലീസിനെ അറിയിച്ചെങ്കിലും തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ലക്ഷങ്ങൾ വിനിയോഗിച്ച് സ്ഥാപിച്ച ചെടിച്ചട്ടികളാണ് കാണാതാകുന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ നടപടികളൊന്നും ബന്ധപ്പെട്ടവർ സ്വീകരിക്കുന്നില്ലെന്ന് പ്രതിപക്ഷത്തിനൊപ്പം നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അപകട ഭീഷണി ഉയർത്തി പുനലൂർ നഗരസഭയ്ക്ക് മുന്നിലെ ആൽമരം. മരം കടപുഴകി വീഴാൻ സാധ്യതയുണ്ടായിട്ടും വെട്ടിമാറ്റാൻ നടപടിയില്ല. പുനലൂർ നഗരസഭയുടെ മുന്നിൽ നിൽക്കുന്ന ആൽമരമാണ് അപകട ഭീഷണി ഉയർത്തുന്നത്. മരം നിൽക്കുന്ന ഭാഗത്ത് ബസ് സ്റ്റോപ്പ് ഉള്ളത് ജനങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നു. തിരക്കേറിയ ഈ ഭാഗത്ത് കാറ്റിലും മഴയിലും മരം വീഴുകയാണെങ്കിൽ വലിയ അപകടമാണ് ഉണ്ടാകാൻ പോകുന്നത്. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന്റെ ഭാഗമായി ഈ മരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റിയിരുന്നു. എന്നാൽ വേരുകൾ നിൽക്കുന്ന ഭാഗത്തെ കെട്ടുകൾ ഇടിഞ്ഞു അപകട ഭീഷണി ഉയർത്തുകയാണ്. ഇതുപോലുള്ള നിരവധി മരങ്ങൾ പുനലൂർ പട്ടണത്തിൽ ഭീഷണി ഉയർത്തി നിൽക്കുന്നുണ്ട്. അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതർ മരം മുറിക്കാനുള്ള നടപടിയെടുക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ കുറേ ദിവസക്കാലമായിട്ട് നമ്മുടെ പുനലൂർ പട്ടണത്തിലുള്ള അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ, ആ വൃക്ഷങ്ങളെല്ലാം മുറിച്ചു മാറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പുനലൂർ നഗരസഭയ്ക്ക് മുൻവശത്തായിട്ട് ഒരു ആൽമരം നിൽക്കുന്നു. ആ ആൽമരത്തിൻ്റെ ശിഖരങ്ങൾ മാത്രം മുറിച്ച് ബാക്കി ഭാഗം നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതിൻ്റെ വേര് നിൽക്കുന്ന ഭാഗത്തുള്ള കെട്ടുകൾ ഇടിഞ്ഞ് അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. ഇവിടെ ടൗണിലുള്ള പല വൃക്ഷങ്ങളും പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റിയപ്പോഴും ആ വൃക്ഷം ഒന്നുകിൽ അതിൻ്റെ വേരുകൾ വരുന്ന ഭാഗം കെട്ടി സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ ആ വൃക്ഷം പൂർണ്ണമായിട്ടും മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടി ഉണ്ടാകണം. കാരണം അതിൻ്റെ താഴ്വശത്തായിട്ട് തന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പത്തനാപുരം വശത്തേക്ക് തെങ്കാശി ഭാഗത്തേക്കൊക്കെ പോകുന്ന യാത്രക്കാർ നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ഉള്ളത്. അതുപോലെ തന്നെ NH-ൻ്റെ പ്രധാനപ്പെട്ട തിരക്കേറിയ ഒരു ഭാഗമാണ്. ഈ ആൽമരം ഏതെങ്കിലും കാരണവശാൽ അത് മഴയോ കാറ്റോ കാരണം അത് വീഴാനിടയായാൽ വലിയ ഒരു ദുരന്തം പുനലൂർ പട്ടണത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇത് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്നുകിൽ ആ വേര് ആ മരം മറിഞ്ഞു വീഴാത്ത രീതിയിൽ അതിനെ കെട്ടി സംരക്ഷിക്കുന്നതിനൊരു നടപടി ഉണ്ടാകണം, അല്ലെങ്കിൽ മറ്റ് വൃക്ഷങ്ങൾ മുറിച്ചതുപോലെ അതും പൂർണ്ണമായിട്ട് മുറിച്ചു നീക്കിയ അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വനംവകുപ്പ് 3 കൊല്ലം മുൻപ് നിർമ്മാണം ആരംഭിച്ച കരവാളൂർ നഗരവനം പദ്ധതി പൂർത്തിയാക്കാൻ ഫണ്ട് ലഭിക്കുന്നില്ല. ആദ്യഘട്ടം ലഭിച്ച തുക വിനിയോഗിച്ച് കവാടവും വ്യൂ ടവറും നിർമ്മിച്ചു. പിന്നീട് വേലിയുടെയും കഫറ്റേരിയയുടെയും നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയായിരുന്നു. സംസ്ഥാനത്ത് അനുവദിച്ച 4 നഗരവനങ്ങളിലൊന്നാണ് പുനലൂരിൽ ആരംഭിച്ചത്. ആദ്യഘട്ട തുക കൊണ്ട് കവാടവും വ്യൂ ടവറും നിർമ്മിച്ചു. തുടർന്ന് വേലിയുടെയും കഫറ്റേരിയയുടെയും നിർമ്മാണം തുടങ്ങി. എന്നാൽ തുടർ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയായിരുന്നു. ഇവിടെ നട്ട വൃക്ഷത്തൈകൾ കാടുകൾക്കിടയിൽ കുടുങ്ങി നശിച്ചു. രാജ്യത്തെ 200 നഗരങ്ങളിൽ ചെറുവനങ്ങൾ സൃഷ്ടിക്കുന്നതിനായി 2020 പരിസ്ഥിതി ദിനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നഗരവനം. നഗരങ്ങളോട് ചേർന്ന് കൃത്രിമ വനമൊരുക്കുക എന്നതാണ് നഗരവനത്തിന്റെ ലക്ഷ്യം. 2 കോടി രൂപയാണ് പദ്ധതിക്ക് പ്രഖ്യാപിച്ചത്. ആദ്യ ഗഡുവായി 1.4 കോടി രൂപ അനുവദിച്ചു. എന്നാൽ ഇത് പൂർണ്ണമായും ലഭിച്ചിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. 2022 ജൂലൈയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ഓൺലൈനിലൂടെയാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന സമയത്ത് പ്രദേശത്ത് 75ഓളം തൈകൾ നട്ടു. ശലഭോദ്യാനം, ഇൻഫർമേഷൻ സെന്റർ, പരിസ്ഥിതി ഷോപ്പ്, സ്മൃതിവനം, നക്ഷത്രവനം, ശൗചാലയം, വിശ്രമസ്ഥലം തുടങ്ങിയവയും സജ്ജമാക്കാൻ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ പ്രഖ്യാപനം കഴിഞ്ഞ് 3 വർഷമായിട്ടും ഇവയൊന്നും നിർമ്മിച്ചില്ല. ഫണ്ട് പൂർണ്ണമായും ലഭിക്കാത്തതാണ് പ്രവർത്തനങ്ങൾക്ക് തടസ്സമെന്നാണ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് മൈനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടത്തിയത്. കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പാണ് മൈനാഗപ്പള്ളിയിൽ നടത്തിയത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. സുന്ദരേശൻ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മുടെ നാട്ടിൽ ഗവൺമെന്റ് കൊടുത്തതും അല്ലെങ്കിൽ കൃഷി ഡിപ്പാർട്ട്മെന്റ് കൊടുത്തതും സ്വന്തമായി വാങ്ങിയതുമായ ധാരാളം കാർഷികോപകരണങ്ങൾ കേടുപാടുകൾ പറ്റി ഉപയോഗശൂന്യമായി ആരും ശ്രദ്ധിക്കാതെ നമ്മുടെ പാടശേഖര സമിതികളുടെ കരയ്ക്കോ ഓഫീസുകൾ ഉണ്ടെങ്കിൽ ഓഫീസുകളുടെ മുറ്റത്തുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടാണ് സമിതികളെങ്കിൽ അതിൻ്റെയൊക്കെ പല ഭാഗങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന വളരെ വേദനാകരമായ അനുഭവം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. അത് പരിഹരിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ മുൻകൈയെടുത്ത് ഇങ്ങനെയുള്ള ഒരു അവസരം കേരളത്തിൽ സംജാതമാക്കിക്കൊണ്ട്. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു. ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളും യന്ത്രവൽകൃതമായതുകൊണ്ട് നമ്മുടെ കൃഷി വളരെ വിദഗ്ധമായി ഒരുപാട് കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ അതിനൊരു പോരായ്മകൾ, അതിനൊരു പരാതി അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ച അല്ലെങ്കിൽ യന്ത്രങ്ങൾ ശരിയാക്കുന്ന ഒരു സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് തിരിയും എന്നതിൽ യാതൊരു സംശയമില്ല. കൊല്ലം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ S. കല്ലേലി ഭാഗം മുഖ്യപ്രഭാഷണം നടത്തി. ശ്യാംകൃഷ്ണൻ R. പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം Y. ഷാജഹാൻ, മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി ചിറക്കുമേൽ, മൈനാഗപ്പള്ളി കൃഷി ഓഫീസർ അശ്വതി, അസിസ്റ്റന്റ് എഞ്ചിനീയർ ദീപ്തി S. നായർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കുണ്ടറ പുനിക്കന്നൂരിൽ വൈദ്യുതാഘാതമേറ്റു മരിച്ച ഗോപാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ PC വിഷ്ണുനാഥ് MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഉടൻ തന്നെ നഷ്ടപരിഹാര തുക കുടുംബത്തിന് നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അപ്പോൾ ഒന്ന്, ഈ 5 ദിവസമൊക്കെ ഇപ്പോഴും ഈ വൈദ്യുതി തടസ്സം നേരിടുന്ന സാഹചര്യത്തെ മറികടക്കാൻ ബോർഡ് എന്താണ് ചെയ്യുന്നത്? 2, ബോർഡിന്റെ അനാസ്ഥ മൂലം ജീവൻ നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കാനുള്ള ബാധ്യത
ആ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകാനുള്ള ബാധ്യത ബോർഡിനില്ലേ, ഗവൺമെന്റിനില്ലേ? അത് നിർവഹിക്കുമോ? കുണ്ടറ പുനുക്കന്നൂരിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി മരിച്ച ഗോപാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തിന് ഉടൻ നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. ചോദ്യോത്തരവേളയിൽ PC വിഷ്ണുനാഥ് MLA ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. തീർച്ചയായിട്ടും അത് ചെയ്യും. തീർച്ചയായും ചെയ്തതിൻ്റെ സമയം കുറച്ച് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള സമയമുള്ളൂ. അത് അടിയന്തരമായി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാം. അതല്ല, ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ജില്ലാതലത്തിൽ ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അതൊരു MLA-മാരെ ഒരു പ്രത്യേകമായ സംവിധാനം ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ട് 40 MLA-മാർ ഇപ്പോൾ യോഗം കൂടി അവിടുത്തെ തടസ്സങ്ങൾ എന്താണ്, വിഷമങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു. ജൂൺ 1-നായിരുന്നു അപകടം. ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുത തൂൺ ഒടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് 4 ദിവസമായി വൈദ്യുതിയില്ലായിരുന്നു. വീടിന് സമീപത്ത് പൊട്ടിക്കിടന്ന വൈദ്യുതി കമ്പിയിൽ നിന്നും ഗോപാലകൃഷ്ണപിള്ളയ്ക്ക് ഷോക്ക് ഏൽക്കുകയായിരുന്നു. രക്ഷിക്കാൻ ശ്രമിച്ച മകൾ അശ്വതിക്കും വൈദ്യുത ആഘാതമേറ്റിരുന്നു. ഒടിഞ്ഞ വൈദ്യുത തൂൺ പുനഃസ്ഥാപിക്കാനുണ്ടായ കാലതാമസം ഒരു ജീവൻ നഷ്ടമാകാൻ കാരണമായെന്നും നിയമസഭയിൽ MLA പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും KSEBയുടെ ആധുനികവൽക്കരണവും ഒക്കെ നടക്കുമ്പോഴാണ് വൈദ്യുതി തടസ്സം ഉണ്ടായിട്ട് 5 ദിവസം വരെയാണ് സാർ ആ പ്രദേശത്ത് വൈദ്യുതി മുടങ്ങിയത്. ഈ 5 ദിവസം വരെ വൈദ്യുതി മുടങ്ങിക്കിടന്ന സമയത്ത് ഈ വൈദ്യുതി കമ്പിയിൽ ചവിട്ടിയിട്ടാണ് ഈ പാവപ്പെട്ട ഗോപാലകൃഷ്ണ പിള്ളയ്ക്ക് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. മന്ത്രി V ശിവൻകുട്ടിക്ക് ദേഹാസ്വാസ്ഥ്യം. നിയമസഭയിൽ സംസാരിക്കുന്നതിനിടെയാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. മന്ത്രി ആശുപത്രിയിലേക്ക് മാറ്റി. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ CT സ്കാനിംഗ് ഉടൻ പുനരാരംഭിക്കും. നഗരസഭാ ചെയർപേഴ്സണും ആശുപത്രി സൂപ്രണ്ടുമാണ് ഇക്കാര്യം അറിയിച്ചത്. യന്ത്രഭാഗങ്ങൾ എത്താനുള്ള കാലതാമസമാണ് തകരാർ പരിഹരിക്കുന്നത് വൈകാൻ കാരണമായതെന്നും ചെയർപേഴ്സൺ. പ്രായത്തിന്റെ അവശത മറന്നും കാണികൾക്ക് മുന്നിൽ പരിപാടികളുമായി വയോധികർ. ശാസ്താംകോട്ടയിൽ വയോജന കലോത്സവം. ബ്ലോക്ക് പഞ്ചായത്താണ് കലോത്സവം സംഘടിപ്പിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.